നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ എടത്വ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ഒരു മനോഹര ഗ്രാമമായ എടത്വായിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ക്രൈസ്തവ ദേവാലയമാണ് സെന്റ് ജോർജ് ഫെറോന പള്ളി അഥവാ എടത്വ പള്ളി. പൂർണ്ണദൈവവും പൂർണ്ണമനുഷ്യരുമായിട്ട് പറഞ്ഞ ഞങ്ങൾ ആരാധിക്കുന്നു. 1810 സ്ഥാപിതമായ പമ്പാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയുടെ വാസ്തുശില്പശൈലി വളരെ മനോഹരവും മധ്യകാല യൂറോപ്യൻ ദേവാലയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതുമാണ്. എടത്വായിലെയും കുട്ടനാട്ടിൻ്റെ ഇതര പ്രദേശങ്ങളിലുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് തോമസ് ലീഹയാൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന നിരണം പള്ളിയായിരുന്നു. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ചമ്പക്കുളത്തും ആലപ്പുഴയിലും പുറക്കാട്ടും പുളിങ്കുന്നിലും പള്ളികൾ സ്ഥാപിതമായതോടെ തങ്ങൾക്കും സ്വന്തമായി ഒരു ദേവാലയം വേണമെന്നുള്ള എടത്വ നിവാസികളുടെ ആഗ്രഹം ശക്തമായി. അന്ന് എടത്വ പ്രദേശം വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്നതിനാൽ വിശ്വാസികൾ വരാപ്പുഴ മെത്രാനായിരുന്ന റെയ്മണ്ട് തിരുമേനിയെ സന്ദർശിച്ച് തങ്ങളുടെ ആവശ്യം അറിയിച്ചു. വരാപ്പുഴ മെത്രാനിൽ നിന്നും കാനോനിക അനുമതി ലഭിച്ചതിന് പ്രകാരം 1810 സെപ്റ്റംബർ 29 എടത്വായിലെ കോയിൽമുക്ക് എന്ന സ്ഥലത്ത് ഒരു ചെറിയ പള്ളി സ്ഥാപിക്കപ്പെട്ടു. പള്ളിക്ക് ആവശ്യമായ സ്ഥലം ദാനമായി നൽകിയത് എടത്വായിലെ പ്രമുഖ നായർ തറവാടായ ചങ്ങങ്കരി വെള്ളാപ്പള്ളിയിലെ കൊച്ചേർക്ക് പണിക്കരായിരുന്നു. വൈവിധ്യമാർന്ന ആചാരപ്പെരുമയും 2 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യവുമാണ് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളിക്കുള്ളത്. വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ മുൻതലമുറ പകർന്നു നൽകിയ അറിവുകളും അനുഭവങ്ങളുമാണ് എടത്വയെ സർവമത തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നത്. ഈ ദേവാലയത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികൾക്ക് നൽകുന്നത് പ്രഥമ പരിഗണനയാണ്. എല്ലാ വർഷവും ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് വിശുദ്ധ ഗീവർഗീസിന്റെ പെരുന്നാൾ എടത്വ പള്ളിയിൽ കൊണ്ടാടുന്നത്. മെയ് 3 ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കുന്ന തിരുസ്വരൂപം മെയ് 14 വരെ പൊതുവണക്കത്തിനായി ദേവാലയ കവാടത്തിലുണ്ടാകും. മെയ് 7 പ്രധാന തിരുനാൾ ദിവസം ദേവാലയത്തിനു ചുറ്റും നടത്തപ്പെടുന്ന പ്രദക്ഷിണം തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തരുടെ നേതൃത്വത്തിലാണ്. മെയ് 14 പട്ടണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശടി വരെയുള്ള പ്രദക്ഷിണത്തോടെ തിരുനാൾ സമാപിക്കുന്നു.
കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.